പ്രതികൂല കാലാവസ്ഥയെയും അവഗണിച്ച ആയിരക്കണക്കിന് വനിതകളാണ് ദേവിക്ക് മുന്നിൽ പൊങ്കാല അർപ്പിക്കാൻ നാടിന്റെ വിവിധ ഭാഗങ്ങളിലായി നിലയുറപ്പിച്ചിട്ടുള്ളത്. പൊങ്കാല വിശേഷങ്ങളുമായി സുജിത് സുരേന്ദ്രനാണ് ചേരുന്നത്. നമുക്കൊപ്പം സുജിത്ത്, എത്രത്തോളം തിരക്കിപ്പോൾ അവിടെ അനുഭവപ്പെടുന്നുണ്ടോ? ഒപ്പം പൊങ്കാലയ്ക്കായുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു? ശ്രീകാർത്തിക അഭീഷ്ടവരദായിനിയും ക്ഷിപ്രപ്രസാദിനിയുമായ ചക്കുളത്തുകാവിൽ അമ്മയ്ക്ക് പൊങ്കാലയർപ്പിക്കാനായി പ്രതികൂല കാലാവസ്ഥയെപ്പോലും അവഗണിച്ചുകൊണ്ട് നിരവധി നാരീജനങ്ങളാണ് ഇപ്പോൾ ചക്കുളത്തുകാവ് ക്ഷേത്ര സന്നിധിയിലും ഇവിടേക്ക് എത്തുന്ന പാതയോരങ്ങളിലുമെല്ലാം തന്നെ ഉള്ളത്. എല്ലാവരും തന്നെ ഒരേ മന്ത്രം, ദേവീ മന്ത്രത്തോടുകൂടി ദേവിക്ക് പൊങ്കാലയർപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായി ഇരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ക്ഷേത്ര സന്നിധിയിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ക്ഷേത്രത്തിൻ്റെ മുന്നിൽ പണ്ടാര അടുപ്പിന് സമീപത്തായാണ്. പണ്ടാര അടുപ്പിൽ അഗ്നി പകരുന്നതോടെയാണ് പൊങ്കാലയ്ക്ക് തുടക്കമാവുക. നേരത്തെ ശ്രീകാർത്തിക പറഞ്ഞതുപോലെ തന്നെ 9 മണിയോടെ വിളിച്ചു ചൊല്ലി പ്രാർത്ഥന നടക്കും. അതിനുശേഷമാകും ഈ ചടങ്ങുകൾ ആരംഭിക്കുക. മുഖ്യ കാര്യദർശിയായ രാധാകൃഷ്ണൻ നമ്പൂതിരി പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പൊങ്കാലയ്ക്ക് തുടക്കമാകും. കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സംഗമത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഭാര്യ രാധികയും ചേർന്ന് പൊങ്കാലയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഭാരവാഹികളൊക്കെയായുള്ള വനിതകളൊക്കെ തന്നെ ഇവിടെയുണ്ട്. എങ്ങനെയാണ് ചടങ്ങുകളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്? ക്രമീകരണങ്ങളൊക്കെ ചടങ്ങുകളൊക്കെ എങ്ങനെയാണ് നടക്കുക? എങ്ങനെയാണ് ക്രമീകരണങ്ങളൊക്കെ ഉള്ളത്? അത് ഉദ്ഘാടനം നടത്തണം. സുരേഷ് ഗോപി വന്നിട്ട് പൊങ്കാല അടുപ്പിൽ അരി നേദിച്ചതിന് ശേഷമാണ് ഉദ്ഘാടനം നടത്തുന്നത്. അതിനുശേഷം എല്ലാവരും പൊങ്കാല അടുപ്പിലേക്ക് അരിയും. പ്രതികൂല കാലാവസ്ഥയും അവഗണിച്ചില്ല. അതൊക്കെ അമ്മയുടെ ഒരു ശക്തി കൊണ്ട് നടക്കും. അതൊക്കെ അമ്മയുടെ ഒരു അനുഗ്രഹം. അതായത് വനദുർഗയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അതുകൊണ്ട് തന്നെ മഴയും വെയിലും ഒക്കെ ഏറ്റുകൊണ്ടാണ് ദേവി ഇവിടെ കുടികൊള്ളുന്നത്.